സാമ്പാർ നമ്മൾ ആവശ്യത്തിന് പരിപ്പും പിന്നെ വെജിറ്റബിൾസും എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ ഇതിനകത്തോട്ട് ഇടുന്നത്. എന്നിട്ട് പ്രഷർ കുക്കിൽ ഹൈ പ്രഷറിൽ ഒരു 5 minutes അതാണ് സാമ്പാറിന് വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ആൻഡ് വൺസ് അത് സെറ്റായി അതിൻ്റെ പ്രഷറൊക്കെ റിലീസ് ചെയ്തിട്ട് ഞാനൊരു 10 minute ഒരു 5 minute ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ പ്രഷർ റിലീസ് ചെയ്യുക ചെയ്യുന്നത്. പ്രഷർ റിലീസ് ചെയ്തിട്ട് പിന്നെ താളിച്ച് ചേർത്തിട്ട് ജസ്റ്റ് ഇത് ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഇതാ സോട്ടേ മോഡ് ചെയ്തിട്ടേക്കുക. അപ്പോൾ അതാണ്. അപ്പോൾ ഇതിൻ്റെ എനിക്ക് നോർമൽ കുക്കറിൽ ഉണ്ടാക്കുന്നതിനേക്കാളും സാമ്പാറിൽ നമ്മുടെ ഈ പരിപ്പ് ഇങ്ങനെ ഒത്തിരി തിളച്ച് തൂവി ഫുള്ള് പുറത്ത് പോകുന്നൊരു പരിപാടി അതില്ല. ഇത് ഞാൻ 2 ദിവസത്തേക്കുള്ള സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുമ്പം നോർമൽ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ മൊത്തം മെസ്സാവും. ഇതിപ്പോൾ ഈ ഒരു ഒറ്റ പാത്രം കഴുകിയാൽ മതി, പിന്നെ ഈ തളിച്ച് ചേർത്ത പാത്രം കഴുകിയാൽ മതി. മനസ്സിലായില്ലേ? പിന്നെ ചിലർ പോട്ടൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ബട്ട് എന്താണ് പോട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അതിനേക്കാളും എനിക്ക് ഞാൻ നോർമൽ പ്രഷർ കുക്കറിലും ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പം ചെറുപയറാണ് വെക്കുന്നത്. ഇത് ഞാൻ 1/2 കിലോ ചെറുപയറാണ്, ഏതാണ്ട് 2 കപ്പ് വരുവേ. ചെറിയ ചെറുപയറാണ്. എന്താണെങ്കിലും ഞാൻ സവോള വഴറ്റാനായിട്ട് സോട്ടെ മോഡിൽ 30 minutes നോർമലിട്ട് സവോള വഴറ്റി മുളക് പൊടി ഇട്ടു. അത്ര ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, മുളക് പൊടി ഇട്ടു, ഉപ്പിട്ടു, പയറിട്ടു. ഇനി 1:1 റേഷ്യോയിലാണ് വെള്ളം വേണ്ടത്. 1 കപ്പ് പയറിന് 1 കപ്പ് വെള്ളം. അതിൽ കൂടുതലൊന്നും ഇല്ല. ഞാൻ ഒത്തിരി പ്രാവശ്യം ട്രൈ ചെയ്ത് കറക്റ്റാക്കിയതാണ്. ഓക്കെ, ആൻഡ് ഇനി ഇത് ക്യാൻസൽ ചെയ്തിട്ട് പ്രഷർ കുക്കിൽ ഹൈ പ്രഷറിൽ ഒരു 6 minutes 5 minutes 6 minutes മതി. ഇതേ സെറ്റിംഗ് തന്നെയാണ് ഞാൻ ചോറ് ചെമ്പാരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇത് അടയ്ക്കട്ടെ. എൻ്റെ പ്രഷറൊക്കെ പോയി, അത് കംപ്ലീറ്റ്ലി പോയി. ഇതാണ് പയറിൻ്റെ അവസ്ഥ. ഓക്കെ, പയർ വെള്ളം ഒന്നും അടിയിൽ പിടിക്കാണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതാ ഉണ്ടോ വെന്തിട്ടുണ്ട്. ഇത് ചെറിയ പയറായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. വെന്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ 1 പയറിനും ഒക്കെ ഡിഫറെൻറ്റ് ഇതാണ് സെറ്റിങ്സും വെള്ളം ഒഴിക്കുന്നതിൻ്റെ ഇതൊക്കെ പലതവണ നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഒരു ഐഡിയ കിട്ടുന്നത്. അപ്പോൾ ഞാനിത് പലതവണ ട്രൈ ചെയ്തതിൻ്റെ ട്രയൽസാണ് എഴുതി വെച്ചേക്കുന്നത്. കാരണം ഇത് വാങ്ങിച്ചപ്പോൾ തൊട്ട് ഇത് വാങ്ങിച്ചത് ഒരു ജൂൺ സമയത്താണ്. അന്നോട്ടുള്ള പലതവണ ട്രൈ ചെയ്ത് ഫെയിലായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു ഫൈനൽ എനിക്ക് സെറ്റാവുന്ന മോഡാണ് ഞാൻ എഴുതിയേക്കുന്നത്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ചോദിക്കുക.